അനിയൻ മിഥുൻ അതിനകത്ത് കുറച്ച് കഥകൾ പറയുന്നു. അതിൽ സനയുടെ കഥ തെറ്റാണെന്ന് മേജർ രവിയും ആ പക്ഷവും തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഉസു അസോസിയേഷൻ വന്നിട്ട് ഈ കഥ ശരിയാണെന്ന് പറയുന്നു. ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് മേജർ രവി ആരിഫ് പോലുള്ള ആൾക്കാർ സംസാരിച്ചിട്ട് ഇത് മൊത്തത്തിൽ കള്ളമാണെന്നുള്ള രീതിയിൽ പറയുന്നു. ഇതാണ് അന്ന് സംഭവിക്കുന്ന സിറ്റുവേഷൻ. ഈ കുട്ടികൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഞാനിപ്പോഴാണ് കുറെ കാര്യങ്ങളൊക്കെ അറിയണത്. ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു സൈഡില് മേജർ രവി സാർ ഉൾപ്പെടെയുള്ള മറ്റേ പെരകത്തുമ്പോ ആഴവെട്ടാന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സനയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പ്ലാൻ ചെയ്തൊരു സാധന. ഞാൻ അതായത് എല്ലാവർക്കും ഓരോ ഗെയിം സ്ട്രാറ്റജി ഉണ്ടാവും, റൈറ്റ്? എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഞാനൊരു ഡാൻസറോ ഞാനൊരു സിനിമാ നടനോ ഒരു തേങ്ങയല്ല, എനിക്ക് ആകെ കൂടി പറയുന്ന ഫൈറ്റാണ്. അതെന്തായാലും എൻ്റെ ഉള്ളിൽ ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ഞാൻ ഈ പരിപാടിയും കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം. ഞാൻ അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഞാൻ എന്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഓഡിഷൻ ടൈമിൽ ഉണ്ടായിരുന്നോ അതെ അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തതാണോ? ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് സെറ്റ് വെച്ചിട്ടുള്ള സാധനം ഇത്. പക്ഷെ ഓഡിഷൻ ടൈമിൽ അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഓഡിഷൻ ടൈമിലൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് എന്റെ ജീവിത കഥ പറയുമ്പോ ഒരു ലവ് സ്റ്റോറി ഒക്കെ കിടക്കട്ടെ, മനസ്സിലായ? ആ രീതിയിൽ സെറ്റ് വെച്ച സാധന. അപ്പൊ അതൊരു മറ്റേ എനിക്ക് ആർമിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് എന്നാ പിന്നെ കഥയല്ലേ, ആർമിക്കാരി തന്നെ ആയിക്കോട്ടെ. അതിൽ കമാൻഡോ തന്നെ പിടിക്കുകയും ചെയ്തു. നമുക്ക് അറിയില്ലല്ലോ ചേട്ടാ, മനസ്സിലായ? നമുക്കറിയില്ല ഇതിന്റെ കാര്യങ്ങളൊന്നും. നമ്മളപ്പോ ഒരു നല്ലൊരു ഒരു കഥ നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഞാനിതാ ആ എപ്പിസോഡിൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇതിന് ബിഗ് ബോസ് തുടങ്ങിയ ടൈം തുടങ്ങി 3-4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ലൈവിൽ പോയിട്ടുണ്ടായിരിക്കാം. ഫസ്റ്റ് ഞാൻ പറയണത് അവൻ ഇത് സക്സസ് ആവുന്ന ആദ്യം അറിയണമല്ലോ, മനസ്സിലായ? സാധനം പറഞ്ഞോട്ടാണെന്ന് ആദ്യം അറിയണമല്ലോ. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണത് ഷീചേട്ടന്റെ അടുത്താ. ഷീചേട്ടൻ വിശ്വസിച്ചു. ഷീചേട്ടന്റെ കണ്ണൊക്കെ നിറഞ്ഞ്. അപ്പൊ ഞാൻ ആ സാധനം കത്തി, സാധനം വർക്കൗട്ടാ. മറ്റുള്ളവർക്ക് ഇങ്ങനെ ഇരിക്കേ കേട്ടിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് അഖിലേട്ടർ അവിടെ ഒക്കെ നടന്നിട്ട് ഈ ചെയ്യോണ്ടിങ്ങനെ കേൾക്കുന്നുണ്ട്. അവസാനം ഒരു ദിവസം ഏകദേശം ഒരു 30, 35, 40 ആയിട്ടുള്ള ദിവസം, അതായത് ഫിസിക്കൽ ടാസ്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം, എന്റെ ഓർമ്മയില്ല. ആ ഒരു സമയത്ത് അഖിലേട്ടൻ നൈസായിട്ട് എന്നെ വിളിച്ചിട്ട്, എനിക്ക് കഥ തരുമോ, ഞാൻ സിനിമ ആക്കിക്കോട്ടെ, ഞാൻ അങ്ങനെ 70ാമത്തെ ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാം. അഖിലേട്ടനോട് പറയത് ഞാൻ സത്യമാണ് പറയുന്നത്. വേണമെങ്കിൽ ഇതിപ്പോ വിളിക്കും ഞാൻ എനിക്ക് 70ാമത്തെ ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. ഞാൻ അതൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ നിൽക്ക്, അതൊന്നും വേണ്ട, അതെനിക്ക് അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ല. എന്റെ മനസ്സിൽ മോൻ ഇത് ഇമ്മാതിരി സാധനം കത്തിയ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് റിനോഷിന്റെ അടുത്താ. മനസ്സിലായ? അപ്പൊ ഞാനിതൊക്കെ ഇതെന്റെ ഗെയിം സ്ട്രാറ്റജിയാ, നേരത്തെ പ്ലാൻ ചെയ്ത സാധന, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേ. എനിക്ക് ഇത് മാത്രമേ എന്റെ കയ്യിലുള്ള ഒരു തുറുപ്പിച്ചീടായിട്ട് വേറെ സാധനം ഇല്ല എന്റെ കയ്യില്, മനസ്സിലായ? അപ്പൊ ഇത് കഴിഞ്ഞ് റിനോഷിനോട് ഞാൻ 1-2 പ്രാവശ്യം, ഒരു ദിവസം റിനോഷ് ഭയങ്കര ഇമോഷണൽ ആയിട്ട്, അതായത് ഇവള് മരിച്ച കേസ്, അതായത് സന എന്ന് പറയണ പെൺകുട്ടി മരിച്ച കേസ്, റിനോഷിനോട് ഞാൻ ബെഡ്റൂമിൽ കിടന്നു പറയും. റിനോഷ് കരഞ്ഞ് മറ്റേ മൂക്കുട്ടേക്ക് ഒലിപ്പിച്ച് കരഞ്ഞു. എനിക്ക് ആകെ വിഷമമായി. അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് പറയാൻ പറ്റില്ലടാ, ഇത് എന്റെ ഗെയിം സ്ട്രാറ്റജി ആണെന്ന് പറയാൻ പറ്റില്ല. സ്വകാര്യത്തിൽ പറഞ്ഞ പോലെ ഈ സാധനം പോവില്ലേ, ഏറി പോവില്ലേ? പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് വെറുതെ ഇല്ലേ, മനസ്സിലായ? എനിക്ക് അപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ ഫിനാലിന്റെ അന്ന് മറ്റേ പറ്റിച്ചേന്ന് പറഞ്ഞാൽ പറയാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത സാധന. അല്ലാണ്ട് ഇത് നമ്മുടെ ലൈഫ് സ്റ്റോറി ഇല്ലാന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. കാണുന്ന ജനവിഭാഗത്തിൽ തന്നെ കുറെ ആൾക്കാർക്ക് അറിയാം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ആകെ കൂടി ഒന്മാരെ വെറുതെ വെട്ടാക്ക, കുറച്ചേരം ഇതാക്ക, ലാസ്റ്റ് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലാ. പക്ഷെ ലാലേട്ടൻ ചോദിച്ചപ്പോ എന്താ പറയാത്തത്? രണ്ടാമത് ലാലേട്ടൻ വന്ന് ചോദിച്ചല്ലോ, ബ്രോ ഇത് ഇമാതിരി രീതിയിൽ പോകുന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഞാനിതൊരു എന്താ പറയുക, ഒരു കഥ, ആ കഥയില് പരിപാടി തീർന്നു. ഇതെന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. ഞാൻ ഇത്രയും പ്ലാൻ ചെയ്തോണ്ട സാധനല്ലേ. അവസാനം ഞാൻ വേറെ കുറെ പ്ലാൻ ചെയ്തിരുന്നു, അതൊന്നും നടക്കാണ്ട് പോയില്ലേ. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എൻഡിങ് അല്ല, മനസ്സിലായോ? ഒരിക്കലും എൻഡിങ് അല്ല, ഞാൻ വേറെ സാധനം പ്ലാൻ ചെയ്ത് തരണമായിരുന്നു. നിങ്ങൾ സിനിമയ്ക്ക് എഴുത കേട്ടോ, അല്ല ഇത് കഥയല്ല, ഞാൻ വേറെ സാധനം പ്ലാൻ ചെയ്ത് തരണമായിരുന്നു. അതെന്താണ്? അത് ഇനി പറയണ്ടേ, എന്തായാലും ഔട്ടായില്ലേ. ഇനി രണ്ടാമത് അങ്ങനെ ഞാൻ കയറുന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് പ്രയോഗിച്ച് കാണിച്ചു തരാം. ബിഗ് ബോസ് സീസൺ 6 ബിഗ് ബോസ് പറഞ്ഞതല്ല കേട്ടാ. ബിഗ് ബോസ് പറഞ്ഞത്, ബിഗ് ബോസ്
ബിഗ് ബോസിന് അത് ഓഡീഷന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ബിഗ് ബോസ് എന്നോട് ചോദിക്കുക, എന്നെ ഒരിക്കൽ എടുത്തിട്ട് എന്താ ഉപയോഗം ഫസ്റ്റ് ഓഡീഷനിൽ ചോദിക്കുന്ന സംഭവം. നീ ഒരു പ്ലെയർ മാത്ര, അച്ചീവ്മെന്റ്സ് ഒക്കെ റേറ്റ്, പക്ഷെ നീ എന്താ നമുക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോണോ, എന്താ ചെയ്യാൻ പോണോ നീ? ഞാൻ നിങ്ങൾ എന്നെ കയറ്റിയിട്ട് നിങ്ങൾക്ക് അടിപൊളി TRP തന്നിരിക്കും, അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ എന്റെ സ്വയം പ്ലാനും എന്റെ കാര്യങ്ങളും. പക്ഷേ അവിടെ കൺവിൻസ് ചെയ്യണമല്ലോ നമ്മൾ, നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടെന്ന് കൺവിൻസ് ചെയ്തോ? അതെങ്ങനെയാ കൺവിൻസ് ചെയ്തേ? ഇങ്ങനെ സംസാരിക്കണം, ഇത് തന്നെ. അവിടെ ഞാനും ബിഗ് ബോസ് തമ്മിൽ സാധാരണ സംസാരം, നോർമൽ ടോക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ സംസാര രീതി എന്നായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടാൻ, എനിക്കറിയില്ല. അത് അവരോട് ചോദിക്കണം, അവർക്ക് എങ്ങനെ കൺവിൻസ് ആയത് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ എന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവർക്ക് എന്തോ തോന്നിയുള്ള എനിക്കറിയില്ല. എന്നാ പോലും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സീസൺ 5 എന്നെ കൊണ്ട്. ഉണ്ട് മിഥുൻ റേറ്റിംഗ്, അതായത് ഇടയ്ക്കൊന്ന് താണു നിന്നൊരു സാധനം മിഥുന്റെ കഥയോടുകൂടി റേറ്റിംഗ് മാറി. ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു കമ്പനി, ഞാൻ നിങ്ങൾക്ക് പണിക്കാരനാ. ഇതാണ് ബിഗ് ബോസ്. ഞാൻ ബിഗ് ബോസിന് വേണ്ടി പണിയെടുക്കുന്ന ഗെയിമറാണ് ഞാൻ. അപ്പൊ എന്നെ കൊണ്ട് ഞാൻ കൊടുക്കേണ്ട വെച്ചാൽ TRP ആണ്, റൈറ്റ്? അല്ലാണ്ട് ഞാൻ പുള്ളിക്കാരൻ്റെ അമ്മാവന്റെ മോനോ അങ്ങനത്തെ ബന്ധമൊന്നും നമ്മളില്ല, റൈറ്റ്? അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണിത്. എന്റെ മൈൻഡിൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു കഥ. അപ്പൊ എന്താ വെച്ചാൽ എന്റെ സാധാരണ ഡെയിലി ലൈഫിൽ എന്റെ നാട്ടുകാരുടെയും പ്ലസ് എൻ്റെ വീട്ടുകാർ, എൻ്റെ പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ പോണതിൻ്റെ ഇടയിൽ എനിക്ക് എന്തെങ്കിലും ഒരു മസാലക്കുള്ള ഒരു സാധനം വേണമല്ലോ. അതാണ് ഈ സന എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ഒരു കഥ. ലാലേട്ടൻ ചോദിക്കുന്ന സമയത്താണ് മിഥുൻ ബോധം കെട്ട് അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് ലാലേട്ടൻ വീണ്ടും പറയുന്നുണ്ട്, ഇത് കള്ളക്കഥയാണെങ്കിൽ നമുക്ക് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്ന് പറയാം. ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ സമയത്ത് ഈ പറഞ്ഞ മാതിരി അതുവരെ ഈ ലാലേട്ടൻ ചോദിക്കുന്ന ലാലേട്ടൻ നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഇനി മുന്നേ, അതായത് ബിഗ് ബോസിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞ ലാലേട്ടനെ കാണുന്നത്, ഞാൻ ഭയങ്കര ലാലേട്ടൻ ഫാനാ, കട്ട ഫാനാ. അപ്പോൾ ഞാൻ ഈ ബിഗ് ബോസിൽ വരാനുള്ള ഒരു റീസൺ ലാലേട്ടനായിട്ട് സംസാരിക്കാം, ലാലേട്ടനായിട്ട് ഇന്ററാക്ട് ചെയ്യാം, ഈ ഒരു സാധനം. അപ്പൊ അതിനുശേഷം എല്ലാ ദിവസവും ലാലേട്ടൻ ഇങ്ങനെ കാണുന്നു. പിന്നെ എനിക്ക് ഫീൽ ആണതേ, മറ്റേ പ്രിൻസിപ്പിൾ വന്ന് നിൽക്കൂലേ കുട്ടികളുടെ മുന്നില്, ആ മൂഡ് സാധനേ. എന്റെ അമ്മയിൽ ലാലേട്ടൻ വന്നിട്ടുണ്ട്. എനിക്ക് ആ മൂഡ് കിട്ടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ആഴ്ചയിൽ ലാലേട്ടൻ വരുന്നു. ഈശ്വരായി എന്ത് ചോദ്യമാണോ ചോദിക്കാൻ, എന്നെ പൊക്കുവോ? ഞാൻ പറഞ്ഞ സാധനം തന്നെ പറഞ്ഞ് തീരാറായി. പിന്നെ അവസാനത്തെ കച്ചിച്ചൂരുമാണിത്. അപ്പൊ എനിക്ക് മനസ്സിലായി ലാലേട്ടൻ എന്നെ അന്നത്തെ ദിവസം പൊക്കുന്നു. അനിയ നീ പറഞ്ഞ എന്തെങ്കിലും കള്ളത്തരുണ്ട? കള്ളത്തരൊന്നുമില്ല, കറക്റ്റാ, എല്ലാം കറക്റ്റാ. എനിക്ക് അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഒറ്റടിക്കേ ഇല്ല, അത് വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും മറ്റേമാരൊക്കെ ഇങ്ങനെ ഒറ്റ നോട്ടം നോക്കുക തന്നെ. റിനോഷൊക്കെ മറ്റേ ഇതിൽ കൊണ്ടുവച്ചേക്കെ. എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല അവനോട് പറയാൻ കേട്ടാ, ഇത് എന്റെ ഗെയിം സ്ട്രാറ്റജിയാ. റിനോഷ് ശരിക്കും ബ്രദറായി കൊണ്ട് നടക്കുകയാണ് ആ സമയത്ത്. എനിക്കവൻ അങ്ങനെ തന്നെ, പക്ഷെ ഇതെന്റെ ഗെയിം സ്ട്രാറ്റജി. ഇവരൊക്കെ മറ്റുള്ള പ്ലേയേഴ്സ് അല്ലേ ബ്രോ, എന്റെ എതിരാളികളാണ് എന്തൊക്കെ പറഞ്ഞത്, റൈറ്റ്? അപ്പൊ എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പോലും അത് വായിന്ന് തുറന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സംഭവം എന്റെ ഗെയിം സ്ട്രാറ്റജി ആണ് എന്നുള്ളത് പരിപാടി കഴിഞ്ഞിട്ട് പറയാനുള്ള കാര്യാ. അല്ല, ഈ ലാലേട്ടൻ ചോദിക്കുമ്പോ ബോധം കെട്ട് പോകുന്നത് ഒറിജിനലി ഉണ്ടായോ? അതെ, എനിക്കറിയില്ല, അതാണ് ചോദിക്കുന്നത്. എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് ഒറിജിനൽ ആണെന്നാണ് തോന്നിയത്, പക്ഷെ അത് ഡാവായിരുന്നു എന്നാണ് ചോദിക്കുന്നത്, ഒരു കള്ളത്തരമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കട്ടെ, കള്ളത്തരമാണ്, അതങ്ങനെ ഇരിക്കട്ടെ. ഇനി അത് വെളിപ്പെടുത്തുന്നില്ല, ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അത് അങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് എന്താ തോന്നിയത് അങ്ങനെ ഇരിക്കട്ടെ. ഇത്